ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പൊ നമ്മൾ പാലക്കാട് KSRTC സ്റ്റാൻഡിലാണ് ബസ് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതെ, നമ്മൾ ഗുരുവായൂർക്കാണ് പോകുന്നത്. ഗുരുവായൂർ ഉത്സവം തുടങ്ങിയ കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ കുഞ്ഞിലെ തന്നെ ഗുരുവായൂർ എല്ലാ വർഷവും ഏകാദശിക്ക് ഞാൻ പോകുമായിരുന്നു കേട്ടോ. ഈവനിങ് പോയിട്ടുണ്ടെങ്കിൽ, ഏകാദശിയുടെ ഈവനിങ് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിർമ്മാല്യം തൊഴുതിട്ടാണ് നമ്മൾ തിരിക്കുക. അപ്പൊ ആ ഒരു നോസ്റ്റോളി എനിക്ക് ഈ വർഷത്തെ ഉത്സവത്തിന് എന്തായാലും വൈകിട്ട് പോകണം, സ്വർണ്ണപ്പഴക്ക മണ്ഡപത്തിൽ തൊഴണം. അതുപോലെ തന്നെ നിർമ്മാല്യം തൊഴുതിട്ട് പായസമൊക്കെ വാങ്ങി കഞ്ഞൊക്കെ കുടിച്ചിട്ട് ഇറങ്ങണം എന്ന് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. പടിഞ്ഞാറ് നടയിലുള്ള സിറ്റി ലിവ്ലിഹുഡ് സെന്റർ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ അക്കോമഡേഷൻ ആയിട്ട് മുൻപ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വരുന്ന ടൈമിൽ ബെഡൊക്കെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബെഡെല്ലാം ഫിൽഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചു. 6 hours 10 rupees ആണ് ബാഗ് കീപ്പ് ചെയ്യാനായിട്ട് അവർ വാങ്ങുന്നത്. അപ്പം ഫ്രഷ് ആവണമെങ്കിൽ 10 rupees, ബാത്ത് എടുക്കണമെങ്കിൽ ഹാഫ് ആൻ അവറിന് 30 rupees ആണ് പെർ ഹെഡ് ചാർജ് വരുന്നത് കേട്ടോ. ഈ ക്ലോക്ക് റൂമിൽ നമ്മൾ ഫോണെല്ലാം വെച്ചിട്ട് നമ്മൾ കണ്ണനെ സ്വർണ്ണപ്പഴക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് തൊഴാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത് നിന്ന് മനസ്സ് നിറഞ്ഞ് നമുക്ക് കണ്ണനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. അതേപോലെ നമുക്ക് കണ്ണന് പ്രസാദം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ട് ചോറും രസക്കാളന് വരുന്ന രസക്കാളൻ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായൂരത്തെ മോര് കൂട്ടാനാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പാവക്കൂത്തുകളി ഉണ്ടായിരുന്നു. നമ്മൾ അത് കണ്ടാണ് അന്നത്തെ രാത്രി അവിടെ സ്പെൻഡ് ചെയ്തത്. ഏകദേശം 12:30 ആ ഒരു ടൈം വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ വൃന്ദാവനം സ്റ്റേജിൽ നമ്മുടെ തിരുവാതിര കളിയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 12:30 വരെ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ റൂമും കാര്യങ്ങളും നോക്കിയില്ല, ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി പൂർത്തിയായി. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.